ആശാവർക്കർമാരോടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ബിജെപി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് നടത്തി. ബിജെപി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. സെന്തിൽകുമാർ അധ്യക്ഷനായി. ബിജെപി നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിരോധ കുത്തിവെപ്പുകളുടെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഇന്ന് ആശാവർക്കർമാരാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളുടെ സർക്കാർ ആശുപത്രികളിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത്ര നഴ്സുമാരോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ലാത്ത ആ ഒരു കുറവ് പരിഹരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടെ നിസ്തുലമായിട്ടുള്ള സേവനം കൊണ്ടാണ്. അപ്പോൾ അത്രയും വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന അത്രയും നമ്മളുടെ സമൂഹത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ആശാവർക്കർമാർ അർഹമായിട്ടുള്ള വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൃത്യസമയത്ത് തങ്ങൾക്ക് വേതനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരരംഗത്ത് വന്നിട്ടുള്ളത്. കേന്ദ്രം 938 കോടി അനുവദിച്ചിട്ടും ആശാവർക്കർമാർക്ക് വേതനമായി നൽകാത്ത സർക്കാർ നടപടി അപലപനീയമാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് പോകുന്ന ആശാവർക്കർമാർക്ക് വേണ്ടി ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി സ്വരൂപിച്ച തുക ആശാവർക്കർ സുബില പ്രസാദിന് കൈമാറി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, ലാൽ ഓണുങ്ങൽ, ഉണ്ണിമോൻ, സിദ്ധൻ ആലപ്പുഴ, ജയറാം വളവത്ത്, ചന്ദ്രൻ പണിക്കശ്ശേരി, സന്തോഷ് തോപ്പിൽ, ദയാനന്ദൻ എറാട്ട്, ശിവപ്രകാശ്, ഷാജി പുളിക്കൽ, അജീഷ് വിജയകുമാർ, അജയൻ പള്ളം എന്നിവർ നേതൃത്വം നൽകി. കുറച്ച് പേര് നാട്ടികേന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അനുവദിക്കാത്ത ഓണറേറിയം ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ടതാണ്. നമ്മൾ ജോലി ചെയ്ത വേതനമാണ്. അത് ആർക്കും തടഞ്ഞു വെക്കാനുള്ള ഒരു അവകാശമൊന്നുമില്ല. നമുക്കത് തരേണ്ടതാണ്. അതിനു വേണ്ടി സമരം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഒരാൾക്ക് പോലും ആ ഒരു ഗതികേടില്ല. ജോലി ചെയ്ത ശമ്പളം കിട്ടണം. അതിനാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പം നമ്മളോട് കാട്ടുന്ന ഈ ഒരു കണ്ണു തുറക്കാത്ത ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പിന്നെ നമ്മൾക്ക് പറഞ്ഞാൽ നമ്മളുടെ 62 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 62 വയസ്സാകുമ്പോഴേക്കും ഞാനിപ്പോൾ 25 വയസ്സിലാണ് ഈ ആശാവർക്കറിൽ കയറിയത്. 16 വർഷമായി. ഞാൻ 62 വർഷം പൂർത്തീകരിക്കും. പോയിട്ട് 10 വർഷം കൂടി മുന്നോട്ട് പോകുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. എന്താ വെച്ചാൽ ഇത്രയും നാളത്തെ പോലെയല്ല. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് വർക്കുകളാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഫീൽഡ് മാത്രമാണ് ഇപ്പം ഞങ്ങളുടെ വീടില്ലേ ഞങ്ങൾക്കിപ്പോൾ. ഞങ്ങൾ ഫീൽഡാണ്.